കൂട്ടുകാരെ, നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കുക. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. നമുക്കിനി ആദ്യം ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഗോതമ്പ് മാവാണ്. പൊടി ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യും ഉപ്പും എല്ലാം പൊടിയിൽ എല്ലായിടത്തും ആവേണ്ട രീതിയിലൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കാം, മിക്സാക്കി എടുക്കാം. മാവും ഉപ്പും നെയ്യും എല്ലാതും മിക്സായിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കാം. നമുക്ക് ഭൂരിനേക്കാളും ഒന്നുകൂടി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇട്ടാൽ നമ്മൾ ഭൂരിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, അതിനേക്കാളും ഒന്നുകൂടി സോഫ്റ്റായിട്ട് വേണം. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 3/4 കപ്പ് വെള്ളമാണ്. അത് ഗോതമ്പ് പൊടിയുടെ ഇത് അനുസരിച്ച് ഉണ്ടാവും വെള്ളം. ഇത് കണ്ടില്ലേ, നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഈ പരുവത്തിൽ വേണം കേട്ടോ, കണ്ട. ഇനി നമുക്കിതിവിടെ ഒന്ന് മൂടി ഇവിടെ മാറ്റി വെക്കാം. ഇതിനി ഇവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. നമ്മുടെ ചട്ടി ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാനിതിൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 250 ml 1 കപ്പ് തേങ്ങ. ഇത് വല്ലാതെ വറുക്കൊന്നും വേണ്ട, ഒന്ന് വെള്ളം വറ്റി വരട്ടെ, അതുവരെ നമുക്ക് ഇത് വറുക്കാം. തേങ്ങ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഈ ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് ഫ്രൂട്ടി ഇടാം. 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കടിച്ച് തിന്നുമ്പോൾ ഇടയിലൊരു കടുപിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 5 രൂപയുടെ കടല മിഠായിയാണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മക്കളെ, ഞാനിപ്പോൾ ഇതിൽ കടല മിഠായിയാണ് പൊട്ടിച്ചിട്ടത്. അതിന് പകരം അണ്ടിപ്പരിപ്പോ ബദാമോ ഇതൊക്കെ അരിഞ്ഞിടാട്ട, അതൊക്കെ നല്ലതാണ്. നമുക്കിതൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മക്കളെ, ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ഇതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഇതിൽ നിന്ന് നമുക്കിനി കുറച്ചെടുക്കാം. അതിൻ്റെ മുന്നേ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടാം. കയ്യിൽ ഒട്ടാതിരിക്കാനാണ് കേട്ടോ. ഇനി കുറച്ചെടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഇതൊരു കൊട്ട പോലെ ആക്കണം. ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിനി മസാല ഇതിലെത്ര കൊള്ളു വെച്ചാൽ അതിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടിങ്ങനെ പൊട്ടാതെ രീതിയിൽ ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ഒന്നിച്ച് യോജിപ്പിക്കുമ്പോൾ നന്നായിട്ട് ആക്കണേ, അല്ലെങ്കിൽ അത് പൊട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഒരു ക്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, നെക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് ആ ക്യാപ്പ് അടഞ്ഞോളും. ഇത് കണ്ടില്ല, ഒരു ക്യാപ്പ്. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ആ ക്യാപ്പ് പോയില്ലേ, കണ്ടില്ലേ? എല്ലായിടത്തും ഒന്നുപോലായി.
ഇനി ഇത് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കിയെടുക്കാം. കണ്ടില്ലേ, 2 വശത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് പൊരിക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓയിലാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എണ്ണ ഒരു മീഡിയം ലെവലിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് മേലേക്ക് ആക്കി കൊടുക്കാം. ചെറിയ തീയെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് നല്ല ഒരു ബ്രൗൺ കളറായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ 2 സൈഡും ഒരേപോലെ ആവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പലഹാരം ബന്ന് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കളർ വരുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ 2 സൈഡും ഒപ്പം കളർ വരും. നമുക്കിനി ഇത് എടുക്കാം. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. മക്കളെ, നമ്മുടെ 4 മണി പലഹാരം സൂപ്പറായിട്ടുണ്ട്. നമുക്കിതിലിനി ഒന്ന് പൊട്ടിച്ചു നോക്കാം. കണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, മേലെ നല്ല മുരുമുരനുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.